ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ വരികയാണ്. പെരുന്നാളായിട്ട് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ചീസ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഗുഡ് ഡേ ബിസ്ക്കറ്റും ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ്. അതൊരു 1/4 കപ്പ്, അതായത് ഒരു 150 to 175 ഗ്രാം വരെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ്, അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഏകദേശം ഒരു 30 to 35 എണ്ണം വരെ എൻ്റെ ആ പാനിൻ്റെ പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം, മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ബട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് ഒരു പുട്ടിനൊക്കെ നനക്കണ പോലെ ആ ഒരു പരുവത്തിലാക്കി എടുക്കാം. നന്നായി ഒന്ന് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുക്കല്ല, മിക്സാക്കി കൊടുക്കാം. അത് മിക്സായതിന് ശേഷം നമ്മുടെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കത് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ബേക്കിംഗ് ഡിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്തൊരു 10 മിനിറ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് ലോട്ടസ് ബിസ്ക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുക്കാം, മാരി ബിസ്ക്കറ്റ്, ഏത് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ മാംഗോ സീസണൊക്കെ ആയപ്പോൾ നല്ലോണം നമ്മൾ മാംഗോ കിട്ടുമ്പോഴൊക്കെ ഫ്രീസറിൽ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ ആണ്. അപ്പോൾ അതിൽ നിന്ന് മാംഗോൻ്റെ അളവല്ല, നമ്മൾ മാംഗോ പൾപ്പാക്കിയാൽ ഏകദേശം 1 കപ്പ് പൾപ്പ് വേണം. അതിനുള്ള മാംഗോ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാംഗോ കുറച്ച് മധുരം കുറവുള്ള മാംഗോ ആണ്, അല്ലെങ്കിലും നമുക്ക് പുഡിങ്ങിൽ കുറച്ച് മധുരം വേണമല്ലോ. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒരിത്തിരിയും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഞാനൊന്ന് അടിച്ച് വെച്ചതാണ്. അപ്പോൾ അടിച്ച് വെച്ചത് ഏകദേശം 1 കപ്പോളം വേണം. പിന്നെ ക്രീം ചീസ് ഏകദേശം ഒരു 250 കൂടുതൽ ഗ്രാം വേണം. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ 250 to 300 ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ക്രീം ചീസ് എടുക്കണം. അപ്പോൾ ഇതൊരു 200 ഗ്രാമിൻ്റെ ക്രീം ചീസാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാംഗോ പ്യൂരി ആക്കാനുള്ള മധുരം മാത്രമല്ല എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ എല്ലാം ചേർത്ത് ഇനി അടിച്ചെടുക്കാനുള്ളതാണല്ലോ. പിന്നെ അതിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരി കുറേശ്ശേ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ട് നല്ലൊരു തിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഒരു പാലിൻ്റെ ഒരു കളർ പോലെ വരികയും ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്ന് നന്നായി അടിച്ചെടുക്കാം. 1 കപ്പ് മാംഗോ പ്യൂരി, ഒരു 300 to 350 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം, അതും ഏകദേശം 1 കപ്പ്. അടിച്ചെടുത്ത വിപ്പിംഗ് ക്രീം 1 കപ്പോളം, 1 to 1.5 കപ്പോളം വേണം. അപ്പോൾ ഇതിവിടെ ഞാൻ ഓൾറെഡി വിപ്പിംഗ് പൗഡർ, ഒരു പാക്കറ്റ് പൗഡർ, ഒരു അര കപ്പ് പാലും കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായി അടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. അത് ഇന്നലെ തന്നെ വെച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നെടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മാംഗോൻ്റെ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ക്രീം ചീസും മാംഗോ പ്യൂരി പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ ഫ്രോസൺ ടൈപ്പ് കിട്ടാറുണ്ട്. അതാണെങ്കിൽ അതൊരു ഏകദേശം ഒരു 1.5 കപ്പ് അതൊന്നെടുത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു പാക്കറ്റ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ആവാൻ വെക്കാം. ഇനി അത് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു പാക്കറ്റ് മാംഗോ ജെല്ലി, 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം, ഒരു വാം വാട്ടർ, നല്ല തിളച്ച വെള്ളമല്ല, ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നോർമൽ വാട്ടറും 1 കപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് എടുത്തു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തൊരു ആ പുളിപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തൈരിയൊക്കെ കളഞ്ഞ് മിക്സാക്കി വെക്കാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മാംഗോൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിന് മുകളിലേക്ക് ഇതൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നേരിട്ട് ഒഴിച്ച് കൊടുക്കണ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്.
അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിലും കൂടെ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി സെറ്റാവും. ഞാനിപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, തൊട്ട് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.